നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് തുടക്കമായി. ഇന്നു മുതൽ 8 വരെയാണ് തിരുനാൾ ആഘോഷം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുൻ MLA ഗീതാ ഗോപിയുടെ നാട്ടികയിലെ വസതിയോട് ചേർന്നുള്ള 1 ഏക്കറോളം സ്ഥലത്ത് കൃഷിയിറക്കി. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റ് പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് തുടക്കം. ഇന്നു മുതൽ 8 വരെയാണ് തിരുനാൾ ആഘോഷം. തിരുഹൃദയ ഊട്ടുതിരുനാളും തിരുഹൃദയ തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനത്തിന്റെ 15ാം വാർഷികവും തീർത്ഥ കേന്ദ്രത്തിൽ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ അലക്സാണ്ടർ കൂരിക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് നടന്ന സൗഖ്യദായക തിരുഹൃദയ ഊട്ടിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ശനിയാഴ്ച രൂപക്കൂടുതുറക്കൽ ദിനം ആചരിക്കും. വൈകിട്ട് 6 നടക്കുന്ന തിരുകർമ്മങ്ങൾക്കും തുടർന്ന് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും ഫാദർ ജിജോ വള്ളൂപ്പാറ കാർമ്മികനാകും. ജൂൺ 8-നാണ് തിരുനാൾ ആഘോഷം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുൻ MLA ഗീതാ ഗോപിയുടെ നാട്ടികയിലെ വസതിയോട് ചേർന്നുള്ള 1 ഏക്കറോളം സ്ഥലത്ത് കൃഷിയിറക്കി. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വികസനവും പരിസ്ഥിതിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് എല്ലാ ഭരണകൂടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനവും പരിസ്ഥിതിയും സംയുക്തമായി സംരക്ഷിച്ചുകൊണ്ട് നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ലോകത്തെ ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആഗോളതാപനം മരമാണ് മറുപടി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആഗോളതാപനത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ്. മനുഷ്യരുടെ അനാവശ്യമായ ഇടപെടലാണ് ഈ ആഗോളതാപനത്തിന് ഇടവന്നിട്ടുള്ളത്. ആഗോളതാപനത്തിന് എതിരായിട്ടുള്ള മനുഷ്യരുടെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അതിനുള്ള ചെറുത്തുനിൽപ്പ് ലോകത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം ഓരോരുത്തരും ഏറ്റെടുക്കണമെന്നുള്ളതാണ് പരിസ്ഥിതി ദിനത്തിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. നാട്ടിക മുൻ പഞ്ചായത്ത് അംഗം TC ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വർഷങ്ങളായി കൃഷിയെ പരിപാലിക്കുന്ന CC വിശ്വംഭരൻ, ഭാര്യ രമണി, ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഡ്രൈവർമാരായ രാഹുൽ, സഫർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം സജന പർവീൻ, നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി എന്നിവർ സംസാരിച്ചു. ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ നാട്ടിക സ്വദേശി പണിക്കെട്ടി സജീത് നൽകിയ ഭൂമിയിൽ കഴിഞ്ഞ 3 വർഷമായി വിവിധ തരത്തിലുള്ള പച്ചക്കറി കൃഷികളാണ് ചെയ്തുവരുന്നത്. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റ് പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി പ്രതിനിധി ഫൈസ പ്രിൻസിപ്പലിന്റെ കൈകളിൽ മെഹന്തിയിട്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക മത്സരങ്ങൾ നടന്നു. KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും 3 മുതൽ +2 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളുമാണ് മൈലാഞ്ചിയിടൽ മത്സരത്തിൽ പങ്കെടുത്തത്. വിജയികൾക്ക് പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ സമ്മാനദാനം നിർവഹിച്ചു. അധ്യാപികമാരായ നസീന, സാബിറ എന്നിവർ നേതൃത്വം നൽകി. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത് വൃക്ഷത്തൈ നട്ടു. വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി, സജീവൻ മുളങ്ങിൽ, ലൈബ്രറിയൻ രാധാരഞ്ജൻ, ബാലവേദി പ്രസിഡന്റ് ജുവൽ മേരി എന്നിവർ സംസാരിച്ചു. ഊരകം CMS LP സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു.
ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാ രമേശ് അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന വനമിത്ര അവാർഡ്, സംസ്ഥാന നാഗാർജുന സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവുമായ ഊരകം മാവിൻചുവട് സ്വദേശി ഐച്ചിയിൽ ഷീബ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജെം ഓഫ് സീഡ് അവാർഡ് ജേതാവ് വൈഷ്ണവിക്ക് വേപ്പിൻ തൈകൾ സമ്മാനിച്ചു. 125ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സ്കൂൾ പരിസരത്തെ വീടുകളിൽ വേപ്പിൻ തൈകളുടെ വിതരണം പൂർത്തിയാക്കി. വൃക്ഷങ്ങളിൽ QR കോഡ് നൽകി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിക്കും തുടക്കം കുറിച്ചു. പോസ്റ്റർ നിർമ്മാണം, ചിത്രരചന, ക്വിസ്, അടുക്കളത്തോട്ടം, സീഡ് ബോൾസ്, പ്രകൃതി നടത്തം എന്നിവയ്ക്കും നേതൃത്വം നൽകി. പ്രധാനാധ്യാപിക ലീമോൾ സി വോഗീസ്, PTA വൈസ് പ്രസിഡന്റ് ഷാനവാസ്, അധ്യാപകരായ TJ ജിസ്ന, ടീന സി വോഗീസ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ശ്രീ ശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക രാഗി ഉദ്ഘാടനം ചെയ്തു. UKG സെഷൻ ഹെഡ് സിന്ധു ഹരികുമാർ സന്ദേശം നൽകി. വ്യത്യസ്തമായ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടത്തി. നമ്മൾ ചെടികൾ നടണം, നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണം ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു റാലി നടത്തും. വെങ്ങണശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. കുട്ടികൾ പ്രതിജ്ഞ ചൊല്ലി ദിനാചരണത്തിൽ പങ്കാളികളായി. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി നേതൃത്വം നൽകി. പനംകുളം DM LP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രധാനാധ്യാപിക ഷാലി ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക ടിൻസി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ അയ്യപ്പൻ ക്ലാസ് നയിച്ചു. വിദ്യാലയത്തിന്റെ പ്രവർത്തന പരിധിയിലുള്ള 40 ഗ്രാമസമിതികളിലേക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, KM സിദ്ധാർത്ഥൻ, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന VK കുമാരന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി VK കുമാരൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, മുൻ MLA പ്രൊഫസർ KU അരുണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KR സീത, മഞ്ജുള അരുണൻ, TS മധുസൂദനൻ, AV സതീഷ്, ഷീന വിശ്വൻ, സുരേഷ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ 3ാം തവണയും 100% വിജയം നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗത്തിൽ മെറിറ്റ് ഡേയും വിജയാഘോഷവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. ഭൂമിക്ക് എന്താണ് ത്രട്ട്? തീർച്ചയായിട്ടും ത്രട്ട് ഭീകരാക്രമണങ്ങളും യുദ്ധങ്ങളാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ എത്ര കാശുണ്ടാക്കണം? വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം, നമുക്ക് പരസഹായം കൂടാതെ, ഭിക്ഷ അയക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. നമ്മളിതുപോലെ പഠിപ്പിച്ച് വലുതാക്കിയ രക്ഷിതാക്കളെ സംരക്ഷിക്കണം അവരുടെ വയസ്സുകാലത്ത്. വാസ്തവത്തിൽ 2 മാത്രമാണ് നമുക്ക് മനസ്സിലുള്ള കാര്യം. പിന്നെ ഒന്നുകൂടെ വിശാലമായി ചിന്തിച്ചാൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ഏതോ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യപ്പെടുന്നു. ഏതൊരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന്. ഈശ്വരൻ ഒരിക്കലും നമ്മളോട് ചോദിച്ചില്ല ഏത് ഗർഭപാത്രത്തിൽ തന്നെ ഞാൻ കയറ്റേണ്ടത്, ചോദിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈശ്വരനാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. പ്രിൻസിപ്പൽ VB സജിത്ത് അധ്യക്ഷത വഹിച്ചു. മഴവിൽ മനോരമ കിടിലം റിയാലിറ്റി ഷോ ഫെയിം ശ്രീനാഥ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഹിമ ഷിൻജോ എന്നിവർ മുഖ്യാതിഥികളായി. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രിൻസിപ്പൽ MS വിനോഷ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, എയ്ഡഡ് പ്രിൻസിപ്പൽ ശ്രീജിഷ് പൊയ്യാറ, പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് C മുരളീധരൻ, വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, LP അഡ്മിനിസ്ട്രേറ്റർ PK മജീദ്, സ്റ്റാഫ് സെക്രട്ടറി ജീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാവിരുന്നും അരങ്ങേറി. വൈകിട്ട് നടന്ന വിജയാഘോഷം പ്രിൻസിപ്പൽ VB സജിത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത മെഗാ DJ മ്യൂസിക് നൈറ്റും അരങ്ങേറി. അധ്യാപകരായ ഗിരീഷ്, അരുൺ, ഹരി, സീമ, ബിജി, നിഷ, സരിത, ദിവ്യ, പ്രസീത, ശ്വേത തുടങ്ങിയവർ നേതൃത്വം നൽകി. പാടി
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് തുടക്കമായി. ഇന്നു മുതൽ 8 വരെയാണ് തിരുനാൾ ആഘോഷം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുൻ MLA ഗീതാ ഗോപിയുടെ നാട്ടികയിലെ വസതിയോട് ചേർന്നുള്ള 1 ഏക്കറോളം സ്ഥലത്ത് കൃഷിയിറക്കി. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റ് പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.